ആശാ വർക്കർമാരുടെ പ്രശ്നപരിഹാരത്തിനായി കൺസോർഷ്യം രൂപീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ആദ്യഘട്ടത്തിൽ 1 കോടി രൂപ തന്റെ സംഭാവനയായി നൽകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അതേസമയം തൃശൂർ പൂരം വെടിക്കെട്ടിന്റെ കാര്യത്തിൽ ആശങ്ക വേണ്ടെന്നും വെടിക്കെട്ട് സുഗമമായി നടക്കുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ആവണിശ്ശേരി പഞ്ചായത്തിലെ മുടങ്ങിക്കിടന്ന ഖാദിയിലെ സ്ലൈവർ പ്ലാന്റ് പ്രവർത്തിപ്പിക്കുവാൻ 40 ലക്ഷം രൂപ പലിശരഹിത വായ്പയായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നേരത്തെ നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായാണ് സുരേഷ് ഗോപിക്ക് ഖാദി കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സ്വീകരണം ഒരുക്കിയത്. ആവണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷമായിരുന്നു കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം. കോവിഡ് കാലത്ത് ജനങ്ങൾക്ക് വേണ്ടിയാണ് ആശമാർ ജീവൻ പണയം വെച്ച് പ്രവർത്തിച്ചത്. അവരുടെ ജീവനെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഒരു കണക്കെടുപ്പും നടന്നിട്ടില്ല. ആശാവർക്കർമാരെ താൻ വീണ്ടും കാണുമെന്നും അവരെ സഹായിക്കാനായി കൺസോർഷ്യം രൂപീകരിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞ എൻ്റെ വരുമാനത്തിൻ്റെ ഒരു ഇതനുസരിച്ച് എന്തായാലും 50, 60, 70 ഉറപ്പാണ്. അത് 1 കോടി ആയാൽ 1 കോടിയാക്കും. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് അതിനകത്ത് വന്ന് പങ്കുചേരുന്നതാണ്. അങ്ങനെ വന്നാൽ നമുക്ക് ജനങ്ങൾക്കൊരു, കാരണം കോവിഡ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിന് വേണ്ടിയല്ല, ജനങ്ങൾക്ക് വേണ്ടിയാണ് അവർ ജീവൻ പണയം വെച്ച് ഓരോ അപകടം പതിയിരിക്കുന്ന ഡോറും ചെന്ന് തുറന്ന് അതിൽ നിന്നുള്ള വായു അവർക്ക് ഡയറക്റ്റ് കോൺടാക്റ്റാണ്. എത്ര പേർക്ക് PPE കിറ്റ് കിട്ടി, എത്ര പേർക്ക് മാസ്ക് ഇട്ടുകൊണ്ടാണ് ഇത് ചെയ്തത് നമുക്കറിയത്തില്ല. അതേസമയം തൃശൂർ പൂരം വെടിക്കെട്ട് സുഖമായി നടക്കുമെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കി. ഇപ്പോൾ നടക്കുന്നത് തരികട പരിപാടികളാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഗംഭീരമായിട്ട് നടക്കും. ഇതൊക്കെ അതിന് മുമ്പുള്ള ചില തരികട പരിപാടികൾ മാത്രമാണ്, വേറൊന്നുമില്ല. രാജേഷിനെയും ഗിരീഷിനെയും കേന്ദ്രമന്ത്രിയുടെ മുമ്പിൽ കൊണ്ട് ചെന്ന് ഇരുത്തി കൊടുത്തിട്ടുണ്ട്. 2 മണിക്കൂറാണ് ചർച്ച ചെയ്തത്. കാര്യങ്ങളെല്ലാം അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രശ്നങ്ങളില്ലാതെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയാണ് നിൽക്കുന്നതെന്നും നാട്ടുകാരും അതിന് ശ്രമിക്കുന്നുണ്ടെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. ജനം, തൃശൂർ.